ഹാബിറ്റാറ്റ്സ് വാസസ്ഥലം. We have everything we need to live in the field. We have everything we need in the pond. കൊക്കിൻ്റെയും മീനിൻ്റെയും സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. എന്തിനെക്കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്? കൊക്ക് താൻ വസിക്കുന്ന പാടത്തെക്കുറിച്ചും മീൻ താൻ ജീവിക്കുന്ന കുളത്തെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തത്. ഓക്കെ, വാട്ട് ഡസ് എ സ്റ്റോക്ക് ഗെറ്റ് ഫ്രം ദ ഫീൽഡ്? കൊക്കിന് എന്തൊക്കെയാണ് പാടത്ത് നിന്ന് ലഭിക്കുന്നത് എന്ന് നോക്കാം. സ്മോൾ ഓർഗാനിസംസ് ചെറിയ ജീവികൾ, ഗ്രെയിൻസ് ആൻഡ് സിറിയൽസ് വിത്തുകളും ധാന്യങ്ങളും, ഫ്രോഗ്സ് ആൻഡ് ഫിഷ് തവള മീൻ പോലുള്ള ഭക്ഷണമാക്കാൻ പറ്റുന്ന ചെറിയ ജീവികൾ. നെക്സ്റ്റ്, വാട്ട് ഡസ് എ ഫിഷ് ഗെറ്റ് ഫ്രം ദി പോണ്ട്? മത്സ്യത്തിന് ഒരു കുളത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കുന്നു എന്ന് നോക്കാം. പ്ലേസ് ടു ലിവ് വാസസ്ഥലം, സ്മോൾ വേംസ് ചെറിയ പ്രാണികൾ, ബ്രീഡിംഗ് പ്ലേസ് പ്രജനനത്തിനുള്ള സ്ഥലം. The environment in which an organism lives is its habitat. A habitat contains everything that the organism needs to survive. Ponds, rivers and fields are examples of habitats. Discuss, find and write more examples of habitats. Ponds, rivers, fields ഇവയൊക്കെ കൂടാതെ മറ്റു ഹാബിറ്റാറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ട്രീ, ഫോറസ്റ്റ്, വാലീസ്, ഡെസേർട്സ്, sea, ocean, polar regions, bushes, hills, mountains, etc. These are the some examples of habitats. Different types of habitats. വ്യത്യസ്ത തരം വാസസ്ഥലങ്ങൾ. ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നിരീക്ഷിച്ച് ജീവികളുടെ ഏതൊക്കെ തരം വാസസ്ഥലങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത് എന്ന് പട്ടികപ്പെടുത്തുക. A field is a habitat. It has many living and non-living things. Which are they? Discuss and write. വയൽ ഒരു വാസസ്ഥലമാണ്. വയലിൽ കാണുന്ന ജീവിയവും അജീവവുമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലിവിങ് തിങ്സ്, പ്ലാന്റ്സ്, worms and insects, snakes, fish and micro organisms. Next, വാട്ട് ആർ ദ നോൺ ലിവിങ് തിങ്സ് ഇൻ ദ ഫീൽഡ്? പാടത്ത് കാണുന്ന അജീവീയമായ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോയിൽ, വാട്ടർ, മഡ്, എയർ, സ്റ്റോൺസ്, പെബിൾസ്, സൺലൈറ്റ്, എക്സെട്ര. There are natural habitats and man-made habitats. Forest is an example of natural habitat. Find and write down more examples of natural and man-made habitats. Natural habitats are forest, river, field, sea, lake, ocean, hills, mountains, deserts, etc. Next, man-made habitats are garden, pond, biodiversity park, houses, etc. A habitat contains many living and non-living things. Plants, animals and microorganisms are examples of living things. Soil, air, water and sunlight are the main non-living things. So, living things and non-living things depend each other. They have interdependence. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരാശ്രയത്തോടെയാണ് നിലനിൽക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൂ ഡിപ്പെൻഡ്സ് ഓൺ ഹൂം. ഡ്രോ ലൈൻസ് ടു കണക്ട് ദം ആൻഡ് പ്രിപ്പയർ എ നോട്ട്. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും എങ്ങനെ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിത്രം നിരീക്ഷിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, താങ്ക് യു.